الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ഫുറൂദുൽ വുളൂഇ, വുളൂഇൻ്റെ ഫർളുകൾ അല്ലേ? നമുക്കറിയാം വുളൂഇന് 6 ഫർളുകളുണ്ട്. നിയ്യത്ത്, മുഖം കഴുകുക, കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക, തലയിൽ നിന്നും അല്പം തടവുക, കാലുകൾ നെരിയാണി ഉൾപ്പെടെ കഴുകുക, തർത്തീബ് ഇതേ ക്രമത്തിൽ ചെയ്യുക. ഈ 6 നമുക്കത് ഇതിന്ന് എങ്ങനെ ലഭ്യമാക്കുമെന്ന് പറയാം. ഫുറൂദുൽ വുളൂഇ നമ്മൾ അറബി വായിക്കുന്ന സമയത്ത് പൂർണ്ണമായ ആശയം നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിന് ഹെഡിങ് ആണ്. ഹെഡിങ് ആകുമ്പോൾ വുളൂഇൻ്റെ ഫർളുകൾ എന്നേ ഉള്ളൂ. പൂർണ്ണമായ ഒരു ആശയം നമുക്ക് ഇല്ല എന്ന് തോന്നും. പക്ഷെ അവിടെ എന്തുണ്ട്? ഇതാകുന്നത്, അതായത് ഇനി പറയാൻ പോകുന്നത് വുളൂഇൻ്റെ ഫർളുകളാണ് എന്നുണ്ടാവും. മനസ്സിലായോ? ഇനി പറയാൻ പോകുന്നത് എന്താണ്? വുളൂഇൻ്റെ ഫർളുകളാണ്. അപ്പോൾ ഹാദാ ഫുറൂദുൽ വുളൂഇ എന്നുണ്ടാകുക. നമ്മൾ അറബി ഭാഷ ഒന്നിരിക്കെ ഏതൊരു ഭാഗം വായിച്ചാലും പൂർണ്ണമായ നമുക്ക് മനസ്സിലാകുന്ന പൂർണ്ണമായ ആശയം കിട്ടുന്ന ഒരു സെൻറ്റൻസ് ആവണം. വുളൂഇൻ്റെ ഫർളുകൾ ആണ്. ഓക്കെ, എന്നാ വായിക്കും. ഞാൻ പറയാം, നിങ്ങൾ തന്നെ പറയാൻ പറ്റും ചിലതൊക്കെ. വായിക്കും. ഒന്നാമത്തത് നിയ്യത്താണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മുഖ്തരിനൻ ഒപ്പമായി, ഒപ്പമായി ബിഫിഇലിഹി ആ പ്രവൃത്തിയെ നിർവഹിക്കുന്നതിനോടൊപ്പം. ബിഫിഇലിഹി എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി പറഞ്ഞല്ലോ, അമല് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു പ്രവൃത്തിയെ നിർവഹിക്കുന്നതിനോടൊപ്പം കരുതലാണ്. അവിടെ ചെറിയൊരു വിശദീകരണം. അപ്പോൾ നമ്മൾ പതിവ് അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യും അല്ലേ? വെള്ളം കുടിക്കും, വാഹനം ഓടിക്കും, അതുപോലെ കൈകാല് കഴുകും, അതുപോലെ സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പലതും ചെയ്യും. ആ സംഗതിയും നമ്മുടെ മതപരമായ കൂലി കിട്ടുന്ന കാര്യവും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിയമമായത്. ഉദാഹരണം പറയാം, നമ്മൾ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ വെള്ളം ഞാൻ കുടിക്കുന്നത് എനിക്ക് എൻ്റെ ആരോഗ്യപരമായ എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നിയ്യത്ത് നമ്മൾ വെച്ചു എന്ന് വിചാരിച്ചോ, ആ വെള്ളം കുടിക്കൽ പുണ്യകരമാണ്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടി, ഒരു ഒരു കഴിവും ശേഷിയും ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് എന്ന് കരുതുകയാണോ, അപ്പോൾ അത് പുണ്യകരമാണ്, കൂലിയുള്ള കാര്യമാണ്. അങ്ങനെ സാധാരണ പതിവനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വേർതിരിയാൻ വേണ്ടിയിട്ടാണ് എന്തായത്, ഇത് നിയമമായത്. അപ്പോൾ നിസ്കരിക്കുകയാണ് നമ്മൾ. ഉദാഹരണം പറയാം, ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി നിസ്കാരമാകാം, വുളു ആകാം, നോമ്പാകാം, എല്ലാം അങ്ങനത്തെ എല്ലാ സംഗതികളും ആവാം, ഹജ്ജാവാം, എല്ലാം ആവാം. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നതിനോടൊപ്പം, നിസ്കാരം എന്ന പ്രവൃത്തി തുടങ്ങുന്നതിനോടൊപ്പം നിസ്കരിക്കുന്നു എന്ന് കരുതൽ.
മനസ്സിലാകുന്നുണ്ടോ? നിസ്കാരം എന്ന ഉദു എന്ന പ്രവൃത്തി തുടങ്ങുക, ഉദുവിൻ്റെ ഫർള് തുടങ്ങുമ്പോഴാണ് ഉദുവിൻ്റെ പ്രവൃത്തി തുടങ്ങുക. അതായത് മുഖം കഴുകുക എന്നുള്ളതാണ് ഉദുവിൻ്റെ ഫർള്. അതിന് മുമ്പ് സുന്നത്താണല്ലോ. അപ്പോൾ ഉദു എന്ന പ്രവൃത്തി തുടങ്ങുന്നതിനോടൊപ്പം എന്നാൽ മുഖം കഴുകുന്നതിനോടൊപ്പം തന്നെ നിയ്യത്ത് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരിക. മനസ്സിലായോ? അപ്പൊ സാധാരണ ഒരാൾ മുഖം കഴുകുന്നതും ഈ ഉളുവും തമ്മിൽ വ്യത്യാസമായി. സംഗതി മുഖം വൃത്തിയാക്കലിൻ്റെ രണ്ട് രൂപത്തിലും ഉണ്ടാകുന്നത്. ഉളു എടുക്കുമ്പോഴും മുഖം കഴുകൽ ഉണ്ടാകുന്നുണ്ട്, ഒരു ഉറക്കം പോകാൻ വേണ്ടിയിട്ട് മുഖം കഴുകൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് ഇബാദത്തും അതൊരു സാധാരണ ഒരു പ്രവർത്തനവുമായി മാറും. ഈ ഇബാദത്തായി മാറണമെങ്കിൽ നിയത്ത് വേണം. ക്ലിയർ അല്ലേ? നീ പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെറിയൊരു ഇത് പറയാം. ഇന്നമൽ അഅ്മാലു, മുഴുവൻ പ്രവർത്തനങ്ങളും. അമല് എന്നല്ലല്ലോ പറഞ്ഞേ, അൽ അഅ്മാലാണ്. മുഴുവൻ പ്രവർത്തനങ്ങളും ബിന്നിയാത്തി, മുഴുവൻ നിയ്യത്തുകളെ കൊണ്ടുമാണ് സ്വീകരിക്കപ്പെടുന്നത്. മുഴുവൻ നിയ്യത്തുകൾ. ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ, ഉദാഹരണം പറയാം, പള്ളിയിൽ കയറിയപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് തഹിയ്യത്ത് കരുതാം, വുളൂ എന്ന നിയ്യത്ത് കരുതാം, വുളൂവിൻ്റെ ശേഷം നമ്മൾ 2 റക്അത്ത് എന്ന് കരുതാം. ലുഹറിൻ്റെ മുമ്പാണ് നമ്മൾ പ്രവേശിച്ചെങ്കിൽ ലുഹറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നും കരുതാം. ഇത് മൂന്നും നമ്മൾ ആ ഒരൊറ്റ പ്രവർത്തനത്തിൽ കരുതിയാൽ ആ മൂന്നിൻ്റെയും പ്രതിഫലം നമുക്ക് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഈ നോമ്പിന്റെ സമയത്ത് അറഫ നോമ്പിലും അതുപോലെ സുന്നത്തുകളായ നോമ്പിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇന്ന ദിവസമാണ് നോമ്പ്, തിങ്കളാഴ്ച വരുമ്പോൾ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ്, അല്ലെങ്കിൽ അറഫയുടെ സുന്നത്ത്, അതുപോലെ അതോടൊപ്പം തന്നെ മുഹറത്തിന്റെ നോമ്പ്, അങ്ങനെയൊക്കെ കരുതാം. അപ്പം അതിനൊക്കെ കൂലി കിട്ടും. പിന്നെ റമദാനിലെ ഖലാ വീട്ടാൻ ഉള്ള ഒരു ഫർദ് ഖലാ വീട്ടുന്നു എന്നും കരുതിയാൽ അത് വീടുകയും ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എത്ര നിയ്യത്തുകൾ നമുക്ക് വെക്കാൻ കഴിയുമോ അനുവദനീയമാകുന്നത് വേണം കേട്ടോ. ളുഹർ നിസ്കാരത്തിൻ്റെ ഒപ്പം ഫർദ് അസറും കൂടി വെക്കാൻ കഴിയില്ല. ളുഹർ നിസ്കരിക്കുമ്പോൾ ഞാൻ അസറും കൂടി നിസ്കരിക്കുകയാണ് എന്നുള്ളത് അത് പറ്റില്ല. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന മുഴുവൻ കരുതലുകളും അതിൽ കരുതിയാൽ അതിൻ്റെ ഒക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതാണ് ഇന്നമൽ അഅ്മാലു, മുഴുവൻ പ്രവർത്തനങ്ങളും തീർച്ചയായും സ്വീകരിക്കപ്പെടുന്നത് ബിന്നിയ്യാത്തി, മുഴുവൻ നിയ്യത്തുകളെ കൊണ്ടും ആണ്. ബാക്കി മതിയാകും. ഫിൽ വുദൂഇ, വുദൂഇൽ മതിയാകും. എന്ത് മതിയാകും? വായിച്ചോളെ. ഇഹ്ദൻ നിയ്യാത്തിൽ ആതിയത്തി, താഴെ പറയുന്ന നിയ്യത്തുകളിൽ നിന്നും ഒന്ന് മതിയാകും. താഴെ ഇനി കുറച്ച് നിയ്യത്തുകൾ പറയുന്നുണ്ട്. 8 നിയ്യത്തുകൾ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് മതിയാകുന്നതാണ്. അപ്പൊ നിയ്യത്ത് വേണം. ഒന്നാമത്തെ ഫർദ് നിയ്യത്താണ്. ആ നിയ്യത്ത് ഇന്ന നിയ്യത്ത് എന്ന് എന്താണ് നിശ്ചയിച്ചിട്ടില്ല. ഈ താഴെ പറയുന്ന നിയ്യത്തുകളിൽ നിന്നും ഒന്ന് മതിയാകും. പറ. നവൈത്തുൽ വുളൂഅ. അല്ല, ഒന്നാമത്തെ എന്താ വായിച്ചോ? അത് വായിച്ചോ. നവൈത്തുൽ വുളൂഅ. വുളൂഅ മഫ്ഊലാണ്. നവൈത്തു ഞാൻ കരുതുന്നു, അൽ വുളൂഅ വുളൂഇനെ കരുതുന്നു, മഫ്ഊലായി. അപ്പൊ അത് മതി. നിയത്ത് വെക്കുമ്പോൾ ഞാൻ വുളു എടുക്കുന്നു, ഞാൻ വുളു എടുക്കാൻ കരുതി, അത് മതി. ഒരു നിയത്തത്. പിന്നെ രണ്ടാമത്തെ വായിക്കും. നവൈത്തു
അത് ആ വുളൂഇനെ നിർവഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതാ എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക, ചെയ്യുക. വുളൂഇനെ ഞാൻ വീട്ടുന്നു. നമ്മൾ പണ്ടൊക്കെ അർത്ഥം അങ്ങനെ പറയാം, വീട്ടുന്നു. പിന്നെ വുളൂ എന്ന ഫർളിനെ വുളൂ എന്ന ഫർളിനെ ഞാൻ കരുതുന്നു. പിന്നെ നവൈത്തു അദാ ഫർദിൽ വുളൂഇ, വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നവൈത്തുസ്തിബാഹത്ത, ഇവിടെ കൂട്ടി വായിക്കുമ്പോൾ നവൈത്തുസ്തി എന്ന് വായിക്കണം കേട്ടോ. നവൈത്തുസ്തി, അവിടെ അലിഫ് ഉച്ചരിക്കണ്ട. നവൈത്തു എന്ന് വേണ്ടി നിർത്തുകയാണെങ്കിൽ നവൈത്തു ഇസ്തിബാഹത്ത സ്വലാത്തി, നിസ്കാരത്തിനെ ഹലാലാക്കാൻ ഞാൻ കരുതി. നിസ്കാരത്തെ ഹലാലാക്കാൻ, നിസ്കാരം ഹറാമായിരുന്നു ഒന്നും ഇല്ലാതെ, അപ്പൊ നിസ്കാരത്തിനെ ഹലാലാക്കാൻ ഞാൻ കരുതി. അല്ലെങ്കിൽ ഇതുപോലത്തത്, ഇതിപ്പോ നിസ്കാരം എന്നൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. നിസ്കാരത്തിന്റെ സ്ഥാനത്ത് നമുക്ക് തവാഫിനെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കരുതി, അങ്ങനെയൊക്കെ പറയാം. ഉദാഹരണത്തിന് ഔ നഹവിയ, അല്ലെങ്കിൽ സ്വലാത്ത് പോലോത്തത്, നിസ്കാരം പോലോത്തത്, മിമ്മ ഒന്നിൽ നിന്നും, അതായത് ഒന്ന് തന്നെ ചില കാര്യങ്ങളിൽ നിന്നും നിസ്കാരം പോലോത്തത്. ലാ യുബാഹു, അത് അനുവദനീയമല്ല, ഇല്ലാ ബിൽ വുളൂ, വുളൂ കൊണ്ടല്ലാതെ. വുളൂ കൊണ്ടല്ലാതെ അനുവദിക്കപ്പെടാത്ത ചില കാര്യങ്ങളിൽ നിന്നുമുള്ള നിസ്കാരം പോലോത്തതിനെ ഹലാലാക്കുന്നു, അങ്ങനെയും പറയാം. നിസ്കാരത്തിനെ ഹലാലാക്കുന്നു എന്ന് പറയാം. വുളൂ ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത മറ്റേത് കർമ്മവും അതിനെ നമ്മൾ ഹലാലാക്കുന്നു എന്നും പറയാം. ഓക്കെ ആണോ? പിന്നെ ആ ആ നിസ്കാരത്തിനു വേണ്ടി ശുദ്ധിയെ ഞാൻ കരുതുന്നു. നിസ്കാരത്തിനു വേണ്ടി ശുദ്ധീകരണത്തിനെ ഞാൻ കരുതുന്നു. അവിടെ അങ്ങനെ തന്നെ. ഔ നഹ്വ മിമ്മ ലാ യുബാഹു ഇല്ലാ ബിൽ വുളൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നിസ്കാരം എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിസ്കാരം പോലെ വുളൂ കൊണ്ട് വുളൂ ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത ഏത് പ്രവർത്തനവും പറ്റും. അശുദ്ധിയത്വ ശുദ്ധിയാവുന്നു. ആ ആ ആ അതെ. ഇവിടെ ഇവിടെ ഈ 6ഉം 7ഉം 8ഉം കണ്ടോ? 6ഉം 7ഉം 8ൽ ശുദ്ധിയാവുക, ഉയർത്തുക, നീക്കം ചെയ്യുക എന്നൊക്കെ അർത്ഥം വരുന്നുണ്ടെങ്കിൽ ശുദ്ധിയാവുക. അപ്പൊ നോക്കണേ, ഇനി അടുത്ത് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ. മതിയാകും. മതിയാകും. വരുന്നത് ഫോളോയിങ് എന്ന് പറയില്ല നമ്മൾ ഇംഗ്ലീഷിൽ. താഴെ പറയുന്ന നിയ്യത്തുകളിൽ നിന്നും ഒന്ന് മതിയാകും. അതാ നിർവഹിക്കുന്നു, വീട്ടുന്നു എന്നൊക്കെ. ഹലാലാക്കുന്നു, ഇസ്തിബാഹത്ത് ഹലാലാക്കാൻ വേണ്ടി, ഹലാലിനെ തേടുന്നു.
അനുവദനീയമാക്കപ്പെടൂല. ലായുബാഹു അനുവദനീയമാക്കപ്പെടൂല. ലഫ്ലത്തിൽ ഓക്കെ അല്ലേ? അൽകലിമത്തു എന്നുള്ളത് മുബ്തദ, ഫില്ലുഗത്തി എന്നുള്ളത് അതിന്റെ ഭാഷാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാല് വരും. പിന്നെ എന്താണ് തുത്തുലക്കു എന്നുള്ളതിന്റെ ഖബർ, ഫീലും ഫായിലും കൂടിയത് ഖബർ. പറഞ്ഞോളി. ദാഇമുൽ ഹദസി ആ ആ അവന് മതിയാവൂല. ലാ തക്ഫീഹി എന്ന് കണ്ടോ? ഹി എന്ന് പറഞ്ഞാൽ അവന്. അൽ ഊല അപ്പോഴും കൂടെ ആദ്യത്തെ. അതല്ലാതെ ഒന്നും പറ്റൂല. അപ്പൊ 6, 7, 8 പറ്റൂല. 6, 7, 8 കണ്ടോ? അപ്പൊ നമ്മൾ 8 പറഞ്ഞില്ലേ? അതിൽ ആദ്യത്തെ 5 നിന്ന് ഏതെങ്കിലും ഒന്നേ നിത്യശുദ്ധിക്കാരന് പറ്റുള്ളൂ, ബാക്കി പറ്റൂല. പിന്നെ അതിന് കാരണം പറയുന്നുണ്ട്, വായിച്ചോളി. ഫലാ യൻവി അവൻ കരുതരുത്. ഫലാ യൻവി അവൻ കരുതൂല. എന്തിനെ കരുതാൻ പാടില്ല? അത്വഹാറത്ത, ത്വഹാറത്തിനെ കരുതരുത്, ശുദ്ധീകരണത്തെ കരുതരുത്. വല റഫ് അശുദ്ധിയെ ഉയർത്തുന്നു എന്നും കരുതരുത്. കാരണം എന്താ? ലിബക്കായി ഹദസിഹി, അവൻ്റെ അശുദ്ധി അവിടെ ബാക്കിയാണല്ലോ. അവൻ്റെ അശുദ്ധി അവിടെ ബാക്കിയായതിനു വേണ്ടി. അപ്പോൾ ഓന് പിന്നെ നീ ആ നിയത്ത് വെക്കുന്നത് വെറുതെ ആണല്ലോ. എന്ത്? അശുദ്ധിയെ നീങ്ങിപ്പോണില്ല, ഉയർത്തുന്നുമില്ല, അശുദ്ധിയെ ശുദ്ധീകരിക്കുന്നുമില്ല. അപ്പം അത് രണ്ടും കരുതരുത് എന്ന്. പിന്നെ ഓക്കെ ആണോ? അതുവരെ ഓക്കെ ആണോ? അലൽ ജുമലി എന്നല്ലേ മജ്റൂറേ, അല എന്നുള്ള ചെറിയ ശ്രമം മജ്റൂർ. അപ്പോ അവന് യജിബു നിർബന്ധമാണ്. അവനെന്ന് പറയണ്ട, ഫായിൽ കർണു എന്നാണ് കേട്ടോ. അപ്പോൾ യജിബു നിർബന്ധമാണ്. കർണുൻ നിയ്യത്തി, നിയ്യത്തിനെ ഒപ്പം കൊണ്ടുവരൽ. അതായത് നിയ്യത്തിനെ അന്യരിപ്പിക്കുക എന്ന് പറയും. നിയ്യത്തിനെ കൂടെ കൂട്ടൽ. എപ്പോ കൂടെ കൂട്ടണം? എന്തിനോട് കൂടെ കൂട്ടണം? ബി അവലി വസ്ലിൽ വജ്ഹി. മുഖം കഴുകുന്നതിന്റെ ആദ്യത്തോടൊപ്പം. അപ്പൊ അതായത് ഇപ്പൊ നമ്മളിപ്പോ തൊപ്പി കുറച്ച് മേലേക്ക് വെച്ചു, എന്നിട്ട് മുഖം കഴുകാൻ നിൽക്കല്ലേ? മുഖം കഴുകും ഇവിടെ നിന്നാണല്ലോ കഴുകുക. മേലെ നിന്ന് ഇങ്ങനെ, അപ്പൊ ഈ ഭാഗത്ത് നിന്നിങ്ങനെ വെള്ളം കഴുകി വരുന്ന ഈ സമയത്തോട് ഇതിനോട് അന്വരിപ്പിക്കണം. അപ്പോഴാണ് നീയത്തോടു കൂടെ ഇവിടുന്ന് ഇങ്ങനെ കഴുകി വരുള്ളൂ. നീയത്തോടു കൂടെ. നീ ചിലപ്പോൾ ഒരാൾ ഇവിടുന്നാണ് നീയത്ത് വെക്കണെന്ന് വെച്ചെങ്കിൽ ഇതുവരെ കഴുകിയപ്പോൾ നീയത്തില്ല. അപ്പോ മുഖം അത് പറയൽ സുന്നത്താണ്. നമുക്ക് കരുതാൻ ഒരു മനക്കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉദു എന്ന ഫർദിനെ വീട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതെന്താണ്? ഏതുപോലെ നിസ്കാരത്തിന് നമ്മൾ നിയത്ത് വെക്കുമല്ലോ. നിസ്കാരത്തിന് നമ്മൾ ഉസല്ലി ഫറദുൽ ളുഹ്രി എന്ന് പറഞ്ഞിട്ട് നിയത്ത് വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു അക്ബർ എന്നതിൻ്റെ ഇടക്ക്
നമുക്കത് മനസ്സിൽ കൊണ്ടുവരാൻ സൗകര്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെയും ചെയ്യാം. നിയത്താവൂല. ഇല്ല. അതാണ് ഇവിടെ യജിബു നിർബന്ധമാണ്. കർനു അന്യരിപ്പിക്കൽ അന്നിയത്തി നിയത്തിനെ ബി അവലി തുടക്കത്തോട് അന്യരിപ്പിക്കണം. എന്തിന്റെ തുടക്കത്തോട്? ഓസലിൽ വജിഹി മുഖം കഴുകുന്നതിന്റെ തുടക്കത്തോട്, മുഖം കഴുകുന്നതിന്റെ ആരംഭത്തോട് അന്യരിപ്പിക്കണം. ആ അപ്പോ അതിനൊരു വിശദീകരണം കൂടി കൊടുക്കുകയാണ്. ഫമ അപ്പോൾ ഒന്ന്, കാറന അത് അന്യരിച്ചിരിക്കുന്നു, ഹ നിയത്തിനോട് അന്യരിച്ച ഒന്ന്, നിയത്തിനോട് അന്യരിച്ച ഒരു ഭാഗം, ഹുവ അവലു അതാണ് മുഖം കഴുകുന്നതിന്റെ തുടക്കം. അപ്പൊ നോക്കണേ, ഇപ്പൊ നിയത്തിനോട് അന്യരിച്ച നേരത്തെ പറഞ്ഞ പോലെ മുഖം ഇങ്ങനെ വെള്ളം ഒഴിച്ചു, നിയത്തെത്തിയത് ഇവിടുന്നാണെന്ന് വിചാരിക്കുക. ഇവിടുന്നാണ് നിയത്ത് മനസ്സിൽ വന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാല് ഇത് പിന്നെ മടക്കി കഴുകണം. മതി, രണ്ടാമത്തെ കഴുകൽ മതി. അത് ആ വെള്ളം കൊണ്ട് തന്നെ മടക്കി കിടക്കുന്നല്ല, പിന്നെ അടുത്ത നമ്മൾ കഴുകുമല്ലോ. പക്ഷെ ആ രണ്ടാമത് എടുക്കണ വെള്ളം ഈ വെള്ളം ഒറ്റരുത്, ശ്രദ്ധിക്കണം. അപ്പോൾ അത് മുസ്താമലാവും. പറന്നിൽ ഉപയോഗിച്ച വെള്ളല്ലേ, അത് പ്രശ്നമല്ല. മുഖത്തല്ല പറഞ്ഞത്, മുഖത്തുനിന്ന് പുറത്തേക്ക് പോരുത്. നമ്മളിങ്ങനെ ഇതിൽ ഒഴുകണ ഇവിടുന്ന് ഇങ്ങനെ ഒഴുകുമല്ലോ. അപ്പൊ ഫർദിന്റെ മഹല്ല് വിട്ടാ മുസ്താമലായി. കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ ആ നിയ്യത്ത് വെക്കുക, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉദു എന്ന ഫർദിനെ ഞാൻ വിട്ടുന്നു. ഇത് പറയുകയും ചെയ്യട്ടെ, അപ്പൊ തന്നെ കഴുകുമ്പോൾ തന്നെ പറയുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കരുതാൻ അതാണ് സൗകര്യച്ചെങ്കിൽ. പക്ഷെ നിസ്കാരത്തിന് പറ്റൂല എന്നേ ഉള്ളൂ. നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത് ഓൾറെഡി അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് പറയാനും ഇതും പറഞ്ഞു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കഴുകാൻ പറ്റും. ഓക്കെ അല്ലേ? അതൊന്ന് അർത്ഥം വെക്ക്. യജിബു നിർബന്ധമാണ്. യജിബു പറയാം. അപ്പോൾ ഒരു ഭാഗം നടത്തും വെക്കുക. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം. കാറന അത് അന്വരിച്ചിരിക്കുന്നു, ആ ഭാഗം ഒപ്പമായിരിക്കുന്നു. എന്തിനോട്? നിയ്യത്തിനോടൊപ്പമായിരിക്കുന്നു. നിയ്യത്തിനോടൊപ്പം വന്ന ഒരു ഭാഗം, ഹുവ അവലുഹു ആ ഭാഗമാണ് മുഖം കഴുകുന്നതിന്റെ തുടക്കം. അപ്പൊ ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ളൂ എന്ന് വെക്കണം. നിയ്യത്ത് ഇവിടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ളൂ എന്ന് വെക്കണം. അപ്പോൾ ഫയജിബു നിർബന്ധമാണ് ഇആദത്തു മടക്കി കഴുകൽ ഒന്നിനെ സബഖഹ ആ നിയ്യത്തിന്റെ മുമ്പുള്ള ഒന്നിനെ, നിയ്യത്തിനു മുമ്പ് മുൻകടന്ന ഒന്നിനെ, മുഖത്തിൽ നിന്നും നിയ്യത്തിന്റെ മുമ്പ് വെച്ച ഭാഗത്തിന് എന്ത് ചെയ്യണം? മടക്കി കഴുകൽ നിർബന്ധമാണ്. ഫയജിബു അപ്പോൾ നിർബന്ധമാണ് ഇആദത്തുമ ഒരു ഭാഗത്തിനെ മടക്കി കഴുകൽ. എങ്ങനത്തെ ഒരു ഭാഗമാണ്? സബക അത് മുൻകടന്നിരിക്കുന്നു, നിയ്യത്തിനിക്ക് മുൻകടന്നു. നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് കഴുകിയ മുമ്പ് കടന്ന ഭാഗം. എവിടെ നിന്ന്? മിൻഹു മുഖത്തിൽ നിന്ന് നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് മുൻകടന്ന ഭാഗത്തിനെ മടക്കി കഴുകൽ നിർബന്ധമാണ്. ക്ലിയർ അല്ലേ? നോക്കി എവിടെയെങ്കിലും സംശയം ഉണ്ടോ നോക്ക്. അതിൽ എവിടെയെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ അർത്ഥം വെക്കാൻ ഒരു പ്രയാസം ഉണ്ടോ നോക്ക്, ഉണ്ടെങ്കിൽ പറയും. പ്രശ്നമില്ലല്ലോ.
രണ്ടാമത്തെ പറയട്ടെ എന്നാ. മുളക്കുന്ന, മനാബിത്ത് പറഞ്ഞാൽ മുളക്കുന്ന. ഉം. 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 മുൻതഹൽ ലഹിയൈൻ. ഉം. രണ്ട് താടിയെല്ലുകളുടെ അറ്റം വരെ. അപ്പോ ആ തൂല് എന്ന് പറഞ്ഞാൽ നീളം, അർലൻ. ആ രണ്ട് ചെവികൾക്കിടയിൽ. അപ്പോൾ വീതിയിൽ ഇങ്ങനെ ഈ ചെവിയും ഈ ചെവിൻ്റെ ഇടയിൽ. മറ്റേത് മുടി സാധാരണ മുളക്കുന്ന സ്ഥലം മുതൽ രണ്ട് താടിയല് കണ്ടോ അങ്ങനെ, ഈ രണ്ട് താടിയലിന്റെ അറ്റം ഇവിടെ ഇങ്ങനെ വരും. പിന്നെ അതെ അതെ, അതിന്റെ അടിക്ക് കഴുകൽ സുന്നത്താണ്. ഇവിടേക്ക് മുഖം എന്ന് പറഞ്ഞ അങ്ങനെ. ആ അപ്പൊ ചെവി കഴുകൽ സുന്നത്താണ്. ശൈരിഹി. ആ ആ ആ മുഖത്തിലെ മുടി. ഷൈർ എന്ന് പറഞ്ഞാൽ ഇവിടെ രോമം എന്ന് ഉദ്ദേശം, മുടി എന്നല്ല. മുഖത്തുള്ള മുഴുവൻ രോമങ്ങളും, രോമത്തെയും കഴുകൽ നിർബന്ധമാണ്. ലാഹിറൻ പുറവും കഴുകണം, ബാത്തിനൻ ഉള്ളും കഴുകണം. തിങ്ങിയതൊഴികെ. ലിഹ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ താടി, നമ്മുടെ ഇവിടുത്തെ താടി, ഈ താടി. ആരിൽ എന്ന് പറഞ്ഞാൽ ഈ താടി, കവിൾ താടി, കവിളിന്റെ ഭാഗത്തുണ്ടാവുന്ന താടി. അള്ളാഹുവിന്റെ വാക്കാകുന്നത് മുബ്തദ് കൗലും പൂമുള്ളാപ്പിലും. ആ ആ ഓക്കെ. ഇല്ലാ കസീഫൽ ലിഹിയത്തി തിങ്ങിയ കീഴ്ത്താടിയും, വൽ ആരിലി തിങ്ങിയ കവിൾത്താടിയും. രണ്ടും താടി തന്നെയാണ്. പക്ഷെ ഒന്ന് താടിയെല്ലുമ്പോ ഉണ്ടാകുന്ന താടിക്കാണ് ലിഹിയത്ത് എന്ന് പറയാം, കവിളുമ്പോ ഉണ്ടാകുന്ന താടിക്ക് ആരിൽ എന്ന് പറയും.
അപ്പൊ രണ്ടിന്റെയും ഉള്ളിൽ അല്ലല്ല, അത് രണ്ടിന്റെയും ഉള്ളിൽ തിങ്ങിയ താടിയുടെയും തിങ്ങിയ കവിൾ താടിയുടെയും ഉള്ളു കഴുകൽ നിർബന്ധമല്ല. ആ മതി അത് മതി. തിങ്ങിയത് നല്ല കട്ട താടി. പിന്നെ അപ്പൊ എന്താ കസീഫ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കാണ്. തിങ്ങിയത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൽ കസീഫു, കസീഫ് എന്ന് പറഞ്ഞാൽ ആ മാ ഒന്നാണ്. ആ, ഉം. മാ ഒന്നാണ്. ലം തുറൽ ബഷറത്തു, തൊലി കാണപ്പെടുകയില്ല. തൊലി കാണപ്പെടുകയില്ല. റഅ എന്നുള്ളതിന്റെ മുതാരിയാണ്. അതെന്ന് വന്നാണ് തുറ. തുറൽ ബഷറത്തു, തൊലി കാണപ്പെടുകയില്ല. മിൻ ഖിലാലിഹി, അതിന്റെ ഇടയിലൂടെ. മൂത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടെ ഇത് കാണൂല, തൊലി കാണൂല. മജ്ലിസി തഖാത്തുബി, അഭിസംബോധന ചെയ്യുന്ന സദസ്സിൽ, മുഖാമുഖം ഇരിക്കുന്ന സദസ്സിൽ. അപ്പൊ ഞാനും നിങ്ങളും ഇങ്ങനെ നോക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ താടിയുടെ ഇടയിലൂടെ എനിക്ക് നിങ്ങളെ താടിയുടെ ഉള്ളിലെ തൊലി കാണുന്നുണ്ട് എങ്കിൽ അത് തിങ്ങിയതല്ല. ഉറുഫൻ, സാധാരണ കേട്ടോ, സാധാരണ. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് സൂക്ഷിച്ചു ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കട്ടെ, താടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കട്ടെ, അപ്പം എന്താവും, അത് കാണും. ഓക്കെ ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.